നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എക്സാം അടുത്തു വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കറണ്ട് അഫേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കെല്ലാം അറിയാം. അതിനകത്ത് ഓരോ മേഖലകളിലെ വളരെ പുതുതായിട്ട് വന്ന അപ്ഡേറ്റുകളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു കംപ്ലീറ്റ് റിവിഷനാണ്. ഓക്കെ ആണല്ലോ? ഏതൊരു മത്സര പരീക്ഷ എടുത്തു നോക്കിയാലും അതിനകത്ത് കറണ്ട് അഫേഴ്സിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ്, എവിടം തൊട്ട് പഠിക്കണം, ഏത് വർഷത്തെ കറണ്ട് അഫേഴ്സ് മുതലാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെ എല്ലാവരുടെയും സംശയങ്ങളാണ്. കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴായാലും ഇപ്പോഴത്തെ എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ഇത് 2025 2024 പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ന് കറണ്ട് അഫേഴ്സ് ആയിട്ട് നിൽക്കുന്ന ചില ചോദ്യങ്ങൾ നാളത്തെ GK ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ മേഖലയിലെയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിവിഷനാണ് നമ്മൾ. ഓക്കെ ആണല്ലോ? നമുക്ക് പഠിച്ചു തുടങ്ങാം. അതാണ്ടേ ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല, ഏത് എക്സാം എടുത്തു നോക്കിയാലും അതിനകത്തുനിന്ന് വയലാർ അവാർഡിൽ നിന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പോഴത്തെ വയലാർ അവാർഡ് ജേതാവ് ആരാണ് എന്നതായിരിക്കും അതിനകത്തെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. എങ്കിലും നമ്മൾ വയലാർ അവാർഡ് പറയുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ വയലാർ സാഹിത്യ ട്രസ്റ്റ് ആണ് ഈ പറയുന്ന വയലാർ അവാർഡ് പുരസ്കാരം നൽകുന്നത്. ഓർത്തുവെക്കുക, വയലാർ പുരസ്കാരം അഥവാ വയലാർ അവാർഡ് നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ വയലാർ സാഹിത്യ ട്രസ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഇതിന്റെ സമ്മാന തുക ഒന്ന് ഓർത്തു വെക്കുക. കാരണം താഴെ പറയുന്നവയിൽ വയലാർ അവാർഡുമായി ബന്ധപ്പെട്ടതിൽ ശരിയായ പ്രസ്താവന ഏത്, തെറ്റായ പ്രസ്താവന ഏത് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വയലാർ അവാർഡിന് നൽകുന്ന സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചാൽ 1 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന ഒരു ശില്പവുമുണ്ട്. അതെന്താണ്? കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ഒരു ശില്പവുമാണ് ഈ അവാർഡായിട്ട് നൽകപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ വയലാർ അവാർഡ് എന്ന് പറയുന്നത് വയലാർ സാഹിത്യ ട്രസ്റ്റ് ആണ് ഈ പറയുന്ന പുരസ്കാരം നൽകുന്നത് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇതിന്റെ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചാൽ 1 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ഒരു ശില്പവുമാണ് ഇതിന്റെ പുരസ്കാരമായിട്ട് നൽകുന്നത്. അതുപോലെ തന്നെ വയലാർ അവാർഡ് ആദ്യമായിട്ട് നേടിയത് ആരാണ്? വയലാർ അവാർഡ് വയലാർ പ്രഥമ പുരസ്കാരം ആദ്യമായിട്ട് നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ, പ്രഥമ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ 1977 ലളിതാംബിക അന്തർജനത്തിനാണ് ഈ പറയുന്ന വയലാർ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത്. ഏത് വർഷമാണ്? 1977. ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ്. ഓർത്തുവെക്കുക, വയലാർ അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? ലളിതാംബിക അന്തർജനമാണ്. ഏത് വർഷമാണ്? 1977. ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ്. അതുപോലെ തന്നെ 2023, കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തത് 2024 വയലാർ പുരസ്കാരമാണ്. 2025 നിലവിൽ ഇല്ല. അതുകൊണ്ട് തന്നെ 2023 24 നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. 23 ഈ പറയുന്ന വയലാർ പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ ശ്രീകുമാരൻ തമ്പിക്കാണ്. ഓക്കെ ആണല്ലോ? ശ്രീകുമാരൻ തമ്പിക്കാണ് ഈ പറയുന്ന വയലാർ പുരസ്കാരം 2023 കിട്ടിയതെങ്കിൽ 2024 ജേതാവാണ് നമ്മുടെ കറണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അശോകൻ ചെരുവിലാണ്. ഓക്കെ ആണല്ലോ? 2024 വയലാർ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അശോകൻ ചെരുവിലാണ്. കൃതി ഏതാണെന്ന് ചോദിച്ചാൽ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് അശോകൻ ചെരുവിലിന് 2024 വയലാർ പുരസ്കാരം ലഭിക്കുന്നത്. ഓർത്തുവെക്കുക. അതുപോലെ തന്നെ 2024 അശോകൻ ചെരുവിൽ വാങ്ങിയ വയലാർ അവാർഡ് എത്രാമത്തെ അവാർഡാണെന്ന് ചോദിച്ചാൽ 48ാമത്തെ ജേതാവാണ് ആരെന്ന് പറയുന്നത് അശോകൻ ചെരുവിൽ. ചിലപ്പോൾ വർഷമല്ലാതെ ഡയറക്റ്റ് ഈ പറയുന്ന നമ്പർ ആയിരിക്കും ചോദിക്കുന്നത്. 48ാമത്തെ വയലാർ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അശോകൻ ചെരുവിലാണ്. 2024 അശോകൻ ചെരുവിലിന് വയലാർ അവാർഡ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ്.
2023 ആർക്കാണ് വയലാർ അവാർഡ് കിട്ടിയത്? ശ്രീകുമാരൻ നമ്പിക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 47ാമത്തെ വയലാർ പുരസ്കാര ജേതാവാണെന്ന് ഓർത്തുവെക്കുക. അപ്പൊ 47ാമത്തെ വയലാർ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ നമ്പി. ഏത് കൃതി? ജീവിതം ഒരു പെൻഡുലം. ഓർത്തുവെക്കുക. 2023 വയലാർ പുരസ്കാര ജേതാവിന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ജീവിതം ഒരു പെൻഡുലമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഓർത്തു വെക്കേണ്ടത് 2023 24 വയലാർ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? 2023 ശ്രീകുമാരൻ നമ്പിയാണെങ്കിൽ 2024 ആരാണ്? അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് ഇനി അടുത്ത മേഖലയിലേക്ക് പോകാം. ജ്ഞാനപീഠ പുരസ്കാരം. ഓക്കെ ആണല്ലോ. ജ്ഞാനപീഠ പുരസ്കാരം എന്താണ്? ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം. ഇന്ത്യയുടെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ജ്ഞാനപീഠ പുരസ്കാരമാണ്. ഇതിന്റെ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചാൽ 11 ലക്ഷം രൂപയാണ്. ഓർത്തുവെക്കുക. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചാൽ 11 ലക്ഷം രൂപയാണ്. വയലാർ അവാർഡിന് നമ്മൾ പഠിച്ചതാണ്. എത്ര ലക്ഷമായിരുന്നു? അത് 1 ലക്ഷം രൂപയായിരുന്നു. ഓർത്തുവെക്കുക. ഇനി ഈ പുരസ്കാരം നൽകുന്നത് ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ്. ഓർത്തുവെക്കുക. ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ്. നമുക്ക് വേണ്ട പോയിന്റ് ഇതാണ്. 2023 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ 2 പേർക്കാണ് ലഭിച്ചത്. രാമഭദ്രാചാര്യയ്ക്കും ഗുൽസാറിനുമാണ്. ഓർത്തുവെക്കുക. 2023 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ രാമഭദ്രാചാര്യ. ഏത് ലാംഗ്വേജിലാണെന്ന് ചോദിച്ചാൽ സംസ്കൃതം. രാമഭദ്രാചാര്യ സംസ്കൃതം ഭാഷയിലെ സാഹിത്യകാരനാണ്. അതുപോലെ തന്നെ ഗുൽസാർ എന്ന് പറയുന്നത് ഉറുദു സാഹിത്യകാരനാണ്. ഓർത്തുവെക്കുക. 2023 കൊടുത്തത് 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിപ്പോൾ കറണ്ട് കാര്യം പഠിക്കണം. കറണ്ട് ഏതാണ്? 2024 ആണല്ലോ. 2023 ഈ പറയുന്ന രാമഭദ്രാചാര്യ സംസ്കൃതത്തിനും ഗുൽസാർ ഉറുദു ലാംഗ്വേജിലുള്ള സാഹിത്യകാരന്മാർക്ക് കിട്ടിയതെങ്കിൽ അത് 58ാമത്തെ പുരസ്കാരമാണെങ്കിൽ 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആരാണ്? 59ാമത്തെ 2024 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ വിനോദ് കുമാർ ശുക്ലയാണ്. ഓർത്തുവെക്കുക. വിനോദ് കുമാർ ശുക്ല ആരാണെന്ന് ചോദിച്ചാൽ 51ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ്. ഓർത്തുവെക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷാ സാഹിത്യകാരനാണെന്ന് ചോദിച്ചാൽ ഹിന്ദിയാണ്. ഓർത്തുവെക്കുക. ഹിന്ദി സാഹിത്യകാരനാണ്. ഇത്തരത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി സാഹിത്യകാരനാണ് ആരെന്ന് പറയുന്നത്? വിനോദ് കുമാർ ശുക്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ലയും 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ രാമഭദ്രാചാര്യയും ഗുൽസാറുമാണ്. ഓർത്തുവെക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന വിനോദ് കുമാർ ശുക്ലയുടെ ഒരു കവിതാ സമാഹാരമുണ്ട്. അതിന്റെ പേരൊന്ന് ഓർത്തു വെക്കുക. ചിലപ്പോൾ ഡയറക്റ്റ് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ലാറ്റ് ബാഗ് ജയ് ഹിന്ദ് എന്ന് പറയുന്ന കവിതാ സമാഹാരം ആരുടേതാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? വിനോദ് കുമാർ ശുക്ലയുടേതാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം നോക്കാം. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഓർത്തുവെച്ചോണേ. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇത് സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത്. ഓക്കെ ആണല്ലോ. നേരത്തെ പറഞ്ഞ വയലാർ അവാർഡ് ഒരു പർട്ടിക്കുലർ കൃതിക്കാണ് കൊടുത്തതെങ്കിൽ എഴുത്തച്ഛൻ അവാർഡ് കൊടുക്കുന്നത് സമഗ്ര സംഭാവനകൾക്കാണെന്ന് ഓർത്തുവെക്കുക. കേരള സാഹിത്യ അക്കാദമിയാണ് ഈ പുരസ്കാരം നിശ്ചയിച്ചു കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. കേരള സാഹിത്യ അക്കാദമിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം തീരുമാനിച്ച് കൊടുക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഇതിന്റെ സമ്മാനത്തുക, എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്ര ലക്ഷം രൂപയാണെന്ന് ചോദിച്ചാൽ
5 ലക്ഷം രൂപയാണ്. നമ്മൾ പഠിച്ചത് വയലാർ അവാർഡിന്റെ സമ്മാനത്തുക എത്രയാണ്? 1 ലക്ഷം രൂപ. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്ര ആയിരുന്നു? 11 ലക്ഷം രൂപ. എന്നാൽ എഴുത്തച്ഛൻ അവാർഡിന്റെ സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചാൽ 5 ലക്ഷം രൂപയാണെന്ന് ഓർത്തു വെക്കുക. ഇതിന്റെ പ്രഥമ പുരസ്കാര ജേതാക്കളെ ഒന്ന് ഓർത്തു വെച്ചോണം. പ്രഥമ പുരസ്കാരം അഥവാ എഴുത്തച്ഛൻ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ഓക്കെ ആണല്ലോ? ഏത് വർഷം? 1993. അപ്പോൾ വയലാർ അവാർഡ് ആദ്യമായി കിട്ടിയത് ആർക്കാ? വയലാർ അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് ലളിതാംബിക അന്തർജനത്തിനാണെന്ന് ഓർത്തു വെക്കുക. 1977 ഓർത്തു വെക്കുക. അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. 1993. കൃതി പറയാനുണ്ടോ? ഇല്ല. കാരണം എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത് സമഗ്ര സംഭാവനകൾക്കാണ്. ഇനി നമുക്ക് വേണ്ട പോയിന്റിലേക്ക് വരുന്നു. 2023 കാരണം 23 പറയാൻ കാരണം ഇപ്പോൾ കൊടുത്തത് 2024 വരെ കൊടുത്തിട്ടുള്ളൂ. 2025 കൊടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് 2024ലെയും 25ലെയും പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ. ഇപ്പോൾ ഓർത്തു വെക്കുക, 2023 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ SK വസന്തനാണ്. ഓക്കെ ആണല്ലോ? 2023 എഴുത്തച്ഛ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ SK വസന്തനാണ്. എന്നാൽ 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ NS മാധവനാണ്. ഓർത്തു വെക്കുക, 2023 ജേതാവ് SK വസന്തനും 2024 ആരാണെന്ന് ചോദിച്ചാൽ NS മാധവനുമാണ്. ഓക്കെ ആണേ? അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം. ഓക്കെ ആണല്ലോ? പുതിയ പാർലമെന്റ് മന്ദിരത്തെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. പുതിയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ ഭാരത് കാ സൻസാദ് എന്നാണ്. ഓർത്തുവെക്കുക, പുതിയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേരാണ് പറയുന്നത് പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ ഭാരത് കാ സൻസാദ് എന്നാണ് പുതിയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്നത്. എന്നാൽ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെട്ടിരുന്നത് എന്താണ്? സംവിധാൻ സദൻ എന്നാണ്. ഓക്കെ ആണല്ലോ? പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെട്ടിരുന്ന പേര് സംവിധാൻ സദൻ എന്നാണ്. ഇനി പുതിയ പാർലമെന്റ് മന്ദിര നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്ന പേര് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്നാണ്. ഓർത്തുവെക്കുക, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ പാർലമെന്റ് നിർമ്മാണ പദ്ധതിയാണ്. ഓക്കെ ആണല്ലോ? പുതിയ പാർലമെന്റ് നിർമ്മാണ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്നാണ്. ഓർത്തുവെക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 2020 ഡിസംബർ 10. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2020 ഡിസംബർ 10. അടുത്തത്, പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 2023 മെയ് 28. ഓർത്തുവെക്കുക, പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 2023 മെയ് 28. അതുപോലെ തന്നെ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. ബിമൽ ഹസ്മുഖ് പട്ടേൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ബിമൽ ഹസ്മുഖ് പട്ടേല്. അപ്പൊ ഓർത്തു വെക്കുക, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ ത്രികോണാകൃതിയാണ്. ഓക്കെ ആണല്ലോ? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഈ പറയുന്ന രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേൽ ആണെങ്കിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ ത്രികോണാകൃതിയാണ്. ഓക്കെ ആണേ? അടുത്തത്, പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല്. ഓക്കെ ആണല്ലോ? പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ഏതാണെന്ന് ചോദിച്ചാൽ വനിതാ സംവരണ ബില്ലാണ്. ഓക്കെ ആണേ? വനിതാ സംവരണ ബില്ലിനെ പറ്റിയൊക്കെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. ഓർത്തു വെക്കുക, പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ബില്ല് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആദ്യത്തെ ബില്ല് വനിതാ സംവരണ ബില്ലാണ്. ഓക്കെ ആണേ? അടുത്തത്, ഹരിവരാസനം പുരസ്കാരം. ഓക്കെ ആണേ? ഹരിവരാസനം പുരസ്കാരത്തെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കാം. കേരള സർക്കാരും
തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകുന്ന ഒരു പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. അതിന്റെ പേരുമായി എന്തുകൊണ്ടാണ് അതിന് ഹരിവരാസനം ആ ഒരു അവാർഡ് കൊടുക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, ശബരിമല മണ്ഡല തീർത്ഥാടന കാലത്താണ് ഈ പുരസ്കാരം കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ശബരിമല മണ്ഡല തീർത്ഥാടന ആ ഒരു കാലയളവിലാണ് ഈ പറയുന്ന ഹരിവരാസന പുരസ്കാരം തീരുമാനിക്കപ്പെടുന്നതും കൊടുക്കുന്നതും. ഓർത്തു വെക്കുക. ആരൊക്കെയാണ്? ഈ പറയുന്ന കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടെ ചേർന്നാണ് ഹരിവരാസനം പുരസ്കാരം കൊടുക്കുന്നത്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ ആണല്ലോ. അപ്പോൾ 1,00,000 രൂപ വയലാർ അവാർഡിന്റെ സമ്മാനത്തുകയും 1,00,000 രൂപയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഹരിവരാസനം പുരസ്കാരത്തിന് സമ്മാനത്തുകയും 1,00,000 രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് സമ്മാനത്തുക എത്രയാണ്? അത് 5,00,000 രൂപയാണ്. ജ്ഞാനപീഠ പുരസ്കാരത്തിന് സമ്മാനത്തുകയോ അത് 11,00,000 രൂപയാണ്. ഓർത്തുവെക്കുക. 2012 മുതലാണ് ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങിയത്. ഓർത്തു വെച്ചോണം. ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങിയത് 2012 മുതലാണ്. പ്രശസ്തി പത്രവും 1,00,000 രൂപയുമാണ് ഹരിവരാസന പുരസ്കാരമായിട്ട് നൽകുന്നത്. 2024 നമ്മുടെ പോയിന്റ് 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ വീരമണിദാസനാണ്. ഓർത്തു വെച്ചോണം. 2025 ലേറ്റസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 2024 25 പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ. 24 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ വീരമണിദാസനും. 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 2024 ഹരിവരാസന പുരസ്കാരം ആർക്കാ? വീരമണിദാസൻ. 2025 ഹരിവരാസന പുരസ്കാരം ആർക്കാ? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഓക്കെ ആണേ. അടുത്ത മേഖലയിലേക്ക് പോകുന്നു. JC ഡാനിയൽ പുരസ്കാരം. മലയാള സിനിമ അല്ലെ മലയാള സിനിമയ്ക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പുരസ്കാരമാണ്. കാരണം JC ഡാനിയൽ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ പിതാവാണ് അല്ലെ. ആദ്യത്തെ മലയാള സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ആദ്യത്തെ മലയാള സിനിമ? വിഗതകുമാരനാണ്. ആ വിഗതകുമാരൻ സംവിധാനം ചെയ്ത വ്യക്തിയാണ് JC ഡാനിയൽ. മലയാള സിനിമയുടെ ഉത്ഭവം അവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയൽ ആണ്. അതുകൊണ്ട് തന്നെ JC ഡാനിയലിന്റെ പേരിൽ കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. കേരള സാംസ്കാരിക വകുപ്പാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. കൊടുത്തു തുടങ്ങിയത് 1992 മുതലാണ്. ഓർത്തു വെച്ചോണേ. 1992 JC ഡാനിയൽ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ 1992 പ്രഥമ പുരസ്കാര ജേതാവിനെ ഒന്ന് ഓർത്തു വെക്കണം. ആരാണ്? TE വാസുദേവനാണ്. 1992 ആദ്യമായിട്ട് ഈ പറയുന്ന JC ഡാനിയൽ കിട്ടിയത് ആർക്കാണ്? അഥവാ ആദ്യത്തെ JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? TE വാസുദേവനാണ്. ഓർത്തുവെക്കുക. JC ഡാനിയൽ പുരസ്കാരത്തിന് സമ്മാനത്തുക 5,00,000 രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് എത്രയാണോ നമ്മൾ പഠിച്ചത് 5,00,000 തന്നെയാണ് JC ഡാനിയൽ പുരസ്കാരത്തിനും നൽകുന്നത് എന്ന് ഓർത്തുവെക്കുക. പുരസ്കാരം കരസ്ഥമാക്കിയ വനിതകൾ. JC ഡാനിയൽ പുരസ്കാരം 2 വനിതകൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഓർത്തുവെക്കുക. ആരൊക്കെയാണ് ആ 2 വനിതകൾ? ആറന്മുള പൊന്നമ്മയും ഷീലയുമാണ്. ഓക്കെ ആണല്ലോ. ആറന്മുള പൊന്നമ്മയ്ക്കും ഷീലയ്ക്കുമാണ് JC ഡാനിയൽ പുരസ്കാരം കിട്ടിയ 2 വനിതകൾ. അതുപോലെ തന്നെ 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആരാണ്? 2023 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഷാജി എൻ കരുണാണ്. ഓർത്തു വെക്കുക. 2023 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഷാജി എൻ കരുണാണ്. അപ്പൊ 2023 ലേറ്റസ്റ്റ് ഇപ്പോൾ നിലവിൽ കൊടുത്തു വെച്ചിട്ടുള്ളത്. ഈ 2023 JC ഡാനിയൽ പുരസ്കാരം ആയതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിച്ചു വെക്കുക. ഷാജി എൻ കരുൺ 2023 JC ഡാനിയൽ അവാർഡ് വിന്നറാണ്. അടുത്തത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട വളരെ ലേറ്റസ്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്. 2025 ജനുവരി 26 റിപ്പബ്ലിക് ദിനം അല്ലെ. അത് എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണെന്ന് ചോദിച്ചാൽ 76ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. ഓർത്തുവെക്കുക. 2025 ഇന്ത്യ ആഘോഷിച്ചത് എത്രാമത്തെ റിപ്പബ്ലിക് ആണെന്ന് ചോദിച്ചാൽ
76ാമത്തെ റിപ്പബ്ലിക്കാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 2025 ആഘോഷിച്ച എത്രാമത്തെ റിപ്പബ്ലിക്കാണെന്ന് ചോദിച്ചാൽ 76ാമത്തെ റിപ്പബ്ലിക്കാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ സ്വർണീം ഭാരത് വിരാസത്ത് ഔർ വികാസ് എന്നാണ്. ഓർത്തുവെക്കുക, 2025 76ാമത്തെ റിപ്പബ്ലിക് ദിന തീം എന്താണെന്ന് ചോദിച്ചാൽ സ്വർണീം ഭാരത് വിരാസത്ത് ഔർ വികാസ് എന്നാണ്. അതുപോലെ തന്നെ 2025 76ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥിയായിട്ട് ആരാണ് വന്നതെന്ന് ചോദിച്ചാൽ പ്രാബോവോ സുബിയാന്തോ ആണ്. പ്രാബോവോ സുബിയാന്തോ എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് ആര്? ഈ പറയുന്ന 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. അതുപോലെ തന്നെ 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത പ്രദർശിപ്പിച്ച മിസൈൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രോലൈ മിസൈൽ ആണ്. ഓർത്തുവെക്കുക, 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കുന്ന പുതുതായി വികസിപ്പിച്ച മിസൈൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രോലൈ മിസൈൽ ആണ്. അപ്പോൾ നമുക്ക് വേണ്ട പോയിന്റുകൾ 2025 റിപ്പബ്ലിക് ദിനം എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ 76ാമത്തത്. അതുപോലെ തന്നെ അതിന്റെ മുഖ്യ അതിഥി ആരാണെന്ന് ചോദിച്ചാൽ പ്രാബോവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെയാണ്. 2025 റിപ്പബ്ലിക് ദിനത്തില് മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിന്റെയാണ്. ഉത്തർപ്രദേശിന്റെ ഏത് ടാബ്ലോ ആണെന്ന് ചോദിച്ചാൽ മഹാകുംഭമേളയാണ്. ഓക്കെ ആണല്ലോ. ഉത്തർപ്രദേശിലെ മഹാകുംഭമേള എന്ന് പറയുന്ന ടാബ്ലോയ്ക്കാണ് മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം 2025 റിപ്പബ്ലിക് ദിനത്തിൽ ലഭിച്ചത്. അതുപോലെ 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആകെ ടാബ്ലോകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 31. ആ 31 ടാബ്ലോയിൽ നിന്ന് തെരഞ്ഞെടുക്ക ടാബ്ലോ ഏതാണെന്ന് ചോദിച്ചാൽ മഹാകുംഭമേള എന്ന് പറയുന്ന ടാബ്ലോയാണ്. അത് ഏത് സംസ്ഥാനത്തിന്റെയാണ്? ഉത്തർപ്രദേശിന്റെയാണ്. ഓർത്തു വെക്കുക. അപ്പോൾ 2025 റിപ്പബ്ലിക് ദിനം എത്രാമത്തെ ആയിരുന്നു? 76ാമത്തെ ആയിരുന്നു. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയിലേക്ക് പോകുവാണ്. നിലവിലെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവർ ആരൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ടത് നോക്കാം. നിലവിലത്തെ RBI ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ നിലവിലെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജയ് മൽഹോത്രയാണ്. ഓർത്തു വെച്ചോണം, പുതിയ വിവരമാണ്. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ സഞ്ജയ് മൽഹോത്രയാണ്. എത്രാമത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ 26ാമത്തെ ഗവർണറാണ്. ഓർത്തു വെച്ചോണം, 26ാമത്തെ RBIയുടെ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ സഞ്ജയ് മൽഹോത്രയാണ്. അപ്പൊ 25ാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു? അത് ശക്തികാന്ത ദാസ് ആയിരുന്നു. അദ്ദേഹം മാറി 26ാമത്തെ പുതിയ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജയ് മൽഹോത്രയാണ്. ഓർത്തു വെക്കുക. അടുത്തത് 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായി അഥവാ BR ഗവായി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് 52ാമത്തെ അഥവാ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എത്രാമത്തെയാണ്? 52ാമത്തെ വ്യക്തിയാണ്. ഏത് വ്യക്തിയാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി അഥവാ BR ഗവായി ആണ് 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓർത്തു വെക്കുക. അതുപോലെ നിലവിലെ അഥവാ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ നിതിൻ മദ്കർ ജംദാർ ആണ്. ഓക്കെ ആണല്ലോ. നിലവിലത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിതിൻ മധുകർ ജംദാർ ആണ്. അതുപോലെ തന്നെ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V നാരായണനാണ്. ഓർത്തു വെച്ചോണം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? V നാരായണനാണ്. എത്രാമത്തെ ചെയർമാൻ ആണ്? 11ാമത്തത്. ഓക്കെ ആണല്ലോ.
11ാമത്തെ ISRO ചെയർമാൻ എന്നോ അഥവാ ഇപ്പോഴത്തെ നിലവിലത്തെ ISRO ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയേണ്ടത് വി നാരായണനാണ്. ഓർത്തുവെക്കുക. കേരളത്തിലെ 23ാമത്തെ അഥവാ നിലവിലത്തെ ഗവർണർ, കേരള ഗവർണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. ഇപ്പോഴത്തെ അഥവാ 23ാമത്തെ കേരള ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. ഓർത്തുവെക്കുക. എന്നാൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അഥവാ 49ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ശാരദാ മുരളീധരനാണ്. ഇപ്പോഴത്തെ നിലവിലത്തെ ചീഫ് സെക്രട്ടറി അഥവാ 49ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ശാരദാ മുരളീധരനാണ്. അപ്പോൾ ഓർത്തു വെച്ചോണം, വളരെ പ്രധാനപ്പെട്ടത് നിലവിലത്തെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര 26ാമത്തത്, 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്, നിലവിലത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാറാണ്. ISROയുടെ നിലവിലത്തെ ചെയർമാൻ വി നാരായണനാണ്. കേരളത്തിലെ 23ാമത്തെ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ശാരദ മുരളീധരനാണ്. ഓക്കെ ആണേ. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോഴത്തെ കേരള നിയമസഭയിലെ സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ഓർത്തു വെക്കുക. VD സതീശനാണ്. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നിലവിലത്തെ കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ VD സതീശനാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ AN ഷംസീർ ആണ്. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ AN ഷംസീർ ആണ്. അതുപോലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ ചിറ്റയം ഗോപകുമാർ ആണ്. ഇപ്പോഴത്തെ കേരള ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ചിറ്റയം ഗോപകുമാർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അഥവാ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനേഷ് കുമാർ ആണ്. ഓർത്തുവെക്കുക, ഇപ്പോഴത്തെ ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ജ്ഞാനേഷ് കുമാർ ആണ്. അതുപോലെ തന്നെ കേരളത്തിന് വേണ്ട ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതാരാണെന്ന് ചോദിച്ചാൽ A ഷാജഹാൻ ആണ്. ഇപ്പോഴത്തെ കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ A ഷാജഹാനും ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ജ്ഞാനേഷ് കുമാറുമാണ്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ V രാമസുബ്രഹ്മണ്യനാണ്. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ V രാമസുബ്രഹ്മണ്യനാണ്. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും ഒരു ചെയർമാൻ ഉണ്ട്, അതാണ് അലക്സാണ്ടർ തോമസ്. ഓർത്തുവെക്കുക, ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ തോമസും അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ V രാമസുബ്രഹ്മണ്യനും അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? A ഷാജഹാനും ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജ്ഞാനേഷ് കുമാറുമാണ്. ഓർത്തുവെക്കണേ. അടുത്തത് തീർന്നിട്ടില്ല. ദേശീയ വനിതാ കമ്മീഷൻ, ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ വിജയ കിഷോർ രഹത്കർ ആണ്. ഓർത്തുവെക്കുക, ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. അതുപോലെ തന്നെ സംസ്ഥാന വനിതാ കമ്മീഷൻ, ഇപ്പോഴത്തെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സതീദേവിയാണ്. ഓക്കെ ആണല്ലോ. ഇപ്പോഴത്തെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ സതീദേവിയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ഹീരാലാൽ സമാരിയാണ്. ഓക്കെ ആണല്ലോ. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീരാലാൽ സമാരിയാണ്. ഓക്കെ ആണോ? ഹീരാലാൽ സമാരിയാണ്. അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ V ഹരിനായരാണ്. ഓക്കെ ആണല്ലോ. ഇപ്പോഴത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ V ഹരിനായരാണ്. അതുപോലെ തന്നെ 16ാമത്തെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലവിലത്തെ ധനകാര്യ കമ്മീഷൻ, ഇപ്പോഴത്തെ അഥവാ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ആരാണെന്ന് ചോദിച്ചാൽ അരവിന്ദ പനഗിരിയാണ്. ഓക്കെ ആണല്ലോ. ഇപ്പോഴത്തെ അഥവാ 16ാമത്തെ ധനകാര്യ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗിരിയാണ്.
സംസ്ഥാന ധനകാര്യ കമ്മീഷനുണ്ട്. ഇപ്പോഴത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ KN ഹരിലാലാണ്. ഓർത്തു വെക്കുക, ഇപ്പോഴത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ KN ഹരിലാലും. എന്നാൽ 16ാമത്തെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അരവിന്ദ പനഗിരിയുമാണ്. കേരളത്തിലെ ധനകാര്യ കമ്മീഷൻ KN ഹരിലാൽ എത്രാമത്തെ ധനകാര്യ കമ്മീഷണർ ആണെന്ന് ചോദിച്ചാൽ 7ാമത്തെ ധനകാര്യ കമ്മീഷണറാണ്. ഓർത്തു വെക്കുക, 7ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് KN ഹരിലാല്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇപ്പോഴത്തെ ചെയർമാൻ അഥവാ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? PT ഉഷയാണ്. അപ്പോൾ ഇതൊക്കെ പുതുതായിട്ട് മാറി വന്ന ആൾക്കാരാണ്. ഓർത്തു വെക്കുക, എക്സാമിനൊക്കെ ചോദിക്കും. ഓക്കെ, അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2023. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2023 എത്രാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണെന്ന് ചോദിച്ചാൽ 54ാമത്തെയാണ്. അപ്പോൾ ഇതെല്ലാം ഓർത്തു വെക്കണം. 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 54ാമത്തേതാണെന്ന് ഓർത്തു വെക്കുക. മികച്ച നടൻ 54ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജാണ്. ഓർത്തു വെക്കുക, 2023 54ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജിനെയാണ്. സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ആടുജീവിതം. ഓക്കെ ആണല്ലോ. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിലെ വളരെ മനോഹരമായ അഭിനയത്തിനാണ് പൃഥ്വിരാജിന് 54ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ 54ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച നടി 2 പേർക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയത്. ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉർവശിക്കും കിട്ടിയിട്ടുണ്ട്, ബീന ചന്ദ്രനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. 54ാമത്തെ 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടി 2 പേരാണ്, ഉർവശിയും ബീന ചന്ദ്രനുമാണ്. ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ് ഉർവശിക്ക് അവാർഡ് കിട്ടിയതെങ്കിൽ ബീന ആർ ചന്ദ്രന് കിട്ടിയത് ഏത് സിനിമയ്ക്കാണ്? തടവ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ഓർത്തു വെക്കുക, ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഉർവശിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയതെങ്കിൽ ബീന ചന്ദ്രന് ഈ പറയുന്ന തടവ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയത്. പൃഥ്വിരാജിന് ഏത് സിനിമയ്ക്കായിരുന്നു കിട്ടിയത്? ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ 54ാമത്തെ 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ബ്ലസ്സിയാണ്. ഓർത്തു വെച്ചോണം, മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ബ്ലസ്സിയാണ്. ഏത് സിനിമ? ആടുജീവിതം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തതിനാണ് ബ്ലസ്സിക്ക് മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആടുജീവിതമല്ല. മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ കാതൽ ദി കോർ ആണ്. ഓക്കെ ആണല്ലോ. കാതൽ ദി കോർ എന്ന് പറയുന്ന മലയാള സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക. കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ജിയോ ബേബിയാണ്. ഓക്കെ ആണല്ലോ. കാതൽ ദി കോർ എന്ന് പറയുന്ന മലയാള സിനിമയുടെ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ജിയോ ബേബിയാണ്. കാതൽ ദി കോർ ആണ് 54ാമത്തെ 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച സിനിമ. മികച്ച ജനപ്രിയ ചിത്രമാണ് ആടുജീവിതം. ഓർത്തു വെച്ചോണം, മികച്ച സിനിമയല്ല, മികച്ച ജനപ്രിയ സിനിമയാണ് ആടുജീവിതം. ഓക്കെ, അടുത്തത് 2025-26 കേരള ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സുകൾ ഒന്ന് പറഞ്ഞു പോവാണ്. ശ്രദ്ധിക്കുക, 2025-26 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ KN ബാലഗോപാലാണ്. ഓർത്തു വെക്കുക, 2025-26 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ KN ബാലഗോപാലാണ്. 2025-26 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2025 ഫെബ്രുവരി 7-നാണ്. 2025-26 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ച ഡേറ്റ് എന്നാണ്? 2025 ഫെബ്രുവരി 7. ആരാണ് അവതരിപ്പിച്ചത്? KN ബാലഗോപാലാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ 2025-26 കേരള ബഡ്ജറ്റിന് ഒരു പ്രത്യേകതയുണ്ട്.
ആദ്യമായിട്ട് സിറ്റിസൺ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഡ്ജറ്റാണ് 2025-26 ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സിറ്റിസൺ ബഡ്ജറ്റ്? സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് ബഡ്ജറ്റിനെ കുറിച്ച്, അതിന്റെ ചിലവുകളെ കുറിച്ചും വരവുകളെ കുറിച്ചും മനസ്സിലാക്കാൻ ഈ വർഷം മുതൽ ആരംഭിച്ച ഒരു ബഡ്ജറ്റ് രേഖയാണ് സിറ്റിസൺ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു സിറ്റിസൺ ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഡ്ജറ്റാണ് 2025-26 ഇപ്പോഴത്തെ കേരള ബഡ്ജറ്റ് എന്ന് ഓർത്തുവെക്കുക. സംസ്ഥാനത്ത് ആദ്യമായിട്ട് സിറ്റിസൺ ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി എന്നുള്ള ഖ്യാതി ആർക്ക് കിട്ടി? ഇപ്പോൾ KN ബാലഗോപാലിന് കിട്ടി. ഓർത്തുവെക്കുക, സംസ്ഥാനത്ത് ആദ്യമായിട്ട് സിറ്റിസൺ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? KN ബാലഗോപാലാണ്. ഓർത്തുവെക്കുക. അടുത്തത് അടൽ സേതു. ഓക്കെ ആണല്ലോ. അടൽ സേതുവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് പറഞ്ഞു പോവാണ്. നോക്കുക, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അടൽ സേതു ആണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഏതാണെന്ന് ചോദിച്ചാൽ അടൽ സേതു ആണ്. അടൽ സേതു നവശേവ സീ ലിങ്ക്. അടൽ സേതു നവശേവ സീ ലിങ്ക് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അഥവാ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടൽ സേതുവിനെ അറിയപ്പെടുന്ന പേരുകളാണ് അടൽ സേതു നവശേവ സീ ലിങ്ക് അഥവാ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമാണ് അടൽ സേതു. ഓക്കെ ആണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മുംബൈ, നവി മുംബൈ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ്. ഓക്കെ ആണല്ലോ. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മുംബൈ, നവി മുംബൈ എന്നീ പ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് നമ്മൾ പറഞ്ഞു അടൽ സേതുവിന്റെ മുഴുവൻ പേര് അടൽ സേതു നവശേവ സീ ലിങ്ക് അഥവാ മറ്റൊരു പേരാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് ഈ പറയുന്ന അടൽ സേതു എന്ന് നമ്മൾ പറഞ്ഞു. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ ആകെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 22 കിലോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഈ പറയുന്ന മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ ടോട്ടൽ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 22 കിലോമീറ്റർ ആണെന്ന് ഓർത്തുവെക്കുക. നീളത്തിൽ ലോകത്തിൽ 12ാം സ്ഥാനത്തുള്ള കടൽ പാലമാണ് അടൽ സേതു. ഓക്കെ ആണല്ലോ. നീളത്തിൽ ലോകത്തിൽ 12ാം സ്ഥാനം. ലോകത്തിൽ അടൽ സേതുവിന്റെ എത്രാം സ്ഥാനമാണെന്ന് ചോദിച്ചാൽ 12ാം സ്ഥാനമാണെന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതാണെന്ന് ചോദിച്ചാൽ അടൽ സേതു ആണ്. ഓക്കെ ആണ്. അടുത്തത് നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ്. 17ാമത്തെ യൂറോ കപ്പ്. ഓക്കെ ആണല്ലോ. 17ാമത്തെ യൂറോ കപ്പിലേക്ക് കടക്കുകയാണ്. നോക്കാം. 17ാമത്തെ യൂറോ കപ്പ് 2024 നടന്നത് 17ാമത്തെ യൂറോ കപ്പാണ് എന്ന് ഓർത്തു വെക്കുക. അതിന്റെ വേദി ജർമ്മനിയാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ അതിന്റെ ജേതാവ് വിജയി ആരാണെന്ന് ചോദിച്ചാൽ സ്പെയിൻ ആണ്. ഓക്കെ ആണല്ലോ. വിജയി സ്പെയിൻ ആണ്. റണ്ണറപ്പായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ട് ആണ്. ഓക്കെ ആണല്ലോ. 2-1 സ്പെയിൻ ആരെ പരാജയപ്പെടുത്തുന്നത്? ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുന്നത്. ഓർത്തു വെച്ചോളാം. 2024 യൂറോ കപ്പ് 17ാമത്തെ യൂറോ കപ്പാണ്. വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലാണ്. ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ സ്പെയിൻ ആണ്. റണ്ണറപ്പായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ട് ആണ്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് നേടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സ്പെയിൻ ആണ്. സ്പെയിന്റെ ഈ വിജയം 4ാമത്തെ വിജയമാണെന്ന് ഓർത്തു വെക്കുക. 2024 യൂറോ കപ്പ് വിജയി സ്പെയിൻ ആണ്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകൾ നേടിയ രാജ്യമാണ് സ്പെയിൻ എന്ന് ഓർത്തു വെക്കുക. ഔദ്യോഗിക ബോള് 2024 യൂറോ കപ്പിന്റെ ഔദ്യോഗിക ബോള് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫുസ് ബല്ലിബയാണ്. ഓർത്തു വെക്കണം. ഇപ്പോഴത്തെ ഔദ്യോഗിക ബോള് ഏതാണെന്ന് ചോദിച്ചാൽ ഫുസ് ബല്ലിബയാണ്. ഓക്കെ. 2024 17ാമത്തെ യൂറോ കപ്പിന്റെ ഫുട്ബോൾ ഏതാണെന്ന് ചോദിച്ചാൽ ഔദ്യോഗിക ഫുട്ബോൾ ഏതാണെന്ന് ചോദിച്ചാൽ ഫുസ് ബല്ലിബയാണ്. അതുപോലെ തന്നെ ഔദ്യോഗിക ചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ ആൽബർട്ട് എന്ന് പറയുന്ന ടെഡി ബിയർ ആണ്. ആൽബർട്ട് എന്ന് പറയുന്ന ടെഡി ബിയർ ആണ് 2024 യൂറോ കപ്പിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഔദ്യോഗിക ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ ഫയർ ആണ്. ഓക്കെ ആണല്ലോ. 2024 യൂറോ കപ്പിന്റെ ഔദ്യോഗിക ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ
ഫയർ ആണ്. അടുത്തത് ഫൈനലിലെ താരം 2024 കാര്യമാണ് പറയുന്നത്. അതിന്റെ യൂറോ കപ്പിലെ ഫൈനലിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ നിക്കോ വില്യംസ് ആണ്. സ്പെയിൻ താരമാണ് നിക്കോ വില്യംസ് ആണ് ഫൈനലിലെ താരം എന്ന് പറയുന്നത്. ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത് റോഡ്രി ആണ്, അത് സ്പെയിൻ താരമാണ്. അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലൗ മികച്ച ഗോൾ കീപ്പറിനുള്ള അവാർഡ് കിട്ടിയത് മൈക്ക് മൈഗൻ ആണ്. ഓക്കെ ആണല്ലോ, മൈക്ക് മൈഗൻ ആണ്, ഫ്രാൻസുകാരനാണ് ഗോൾഡൻ ഗ്ലൗ കിട്ടിയതെന്ന് ഓർത്ത് വെക്കുക. ടൂർണമെന്റിലെ മികച്ച യുവ താരം ആരാണെന്ന് ചോദിച്ചാൽ യാമിൻ യമാലാണ്, സ്പെയിൻ താരമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുത്ത താരം എന്നുള്ളത് ആർക്കാണ് കിട്ടിയത്? ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ്. ഓർത്തു വെച്ചോണം, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുത്ത താരം ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. 6 മത്സരങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ആരാണ് എന്ന് ചോദിച്ചാലും അതും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. 14 ഗോളുകളാണ് നേടിയത്. 6 കളികളിലായിട്ട് 14 ഗോളുകളാണ് നേടിയത്. അതുകൊണ്ട് തന്നെ യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരവും ഏറ്റവും കൂടുതൽ തവണ പങ്കെടുത്ത താരവും ആര് തന്നെയാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. അതുപോലെ തന്നെ യൂറോ കപ്പിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അതൊന്ന് നോട്ട് ചെയ്തോണം, വളരെ പ്രധാനപ്പെട്ടയാണ്. 2024 യൂറോ കപ്പിലെ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണെന്ന് ചോദിച്ചാൽ ലാമിൻ യമാലാണ്. ഓക്കെ ആണല്ലോ, ആരാണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ലാമിൻ യമാലാണ്. 16 വയസ്സിലാണ് അദ്ദേഹം കളിച്ചത്. ഈ പറയുന്ന സ്പെയിൻ താരമാണ്. അതുപോലെ തന്നെ യൂറോ കപ്പിൽ ഗോൾ നേടിയ പ്രായം കുറഞ്ഞ താരവും ആര് തന്നെയാണ്? ലാമിൻ യമാലാണ്. ഓർത്തുവെച്ചോടാം, ഏറ്റവും പ്രായം കുറഞ്ഞ താരം തന്നെയാണ്. യൂറോ കപ്പിൽ ഗോൾ നേടിയ പ്രായം കുറഞ്ഞ താരം എന്നുള്ള ആ ഒരു ടൈറ്റിലും ആർക്ക് തന്നെയാണ് കിട്ടിയത്? ലാമിൻ യമാലിന് തന്നെയാണ് കിട്ടിയത്. യൂറോ കപ്പ് 2028 ഓർത്തുവെച്ചോടാം, 2028 യൂറോ കപ്പിന്റെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? UK അയർലൻഡുമാണ്. UK അയർലൻഡാണ് ഈ പറയുന്ന 2028 യൂറോ കപ്പ് വേദിയായിട്ട് പറയപ്പെടുന്നത്. 2024 യൂറോ കപ്പ് നടന്നത് എവിടാ? ജർമ്മനി. ജേതാവാര? സ്പെയിനാണ്. ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് 48ാമത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ആണ് നമ്മൾ പറയുന്നത്. അത് 2024 നടന്നത്. 48ാമത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് വേദിയായ രാജ്യം അമേരിക്കയാണ്. 48ാമത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് 2024 വേദിയായ രാജ്യം അമേരിക്കയാണ്. ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിലെ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അർജന്റീനയാണെന്ന് ഓർത്തു വെക്കുക. ഫൈനലിൽ കൊളംബിയയെ 1 ഗോളിനാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ റണ്ണറപ്പായ രാജ്യം ഏതാ? കൊളംബിയ ആണെന്ന് ഓർത്തു വെക്കുക. കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് 2024 വേദി അമേരിക്ക, ജേതാവ് അർജന്റീന, റണ്ണറപ്പായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ കൊളംബിയ ആണ്. അർജന്റീനയുടെ 16ാമത്തെ കിരീടമാണ്. ഓർത്തു വെച്ചോണം, അർജന്റീനയുടെ 16ാമത്തെ കിരീടമാണ് 2024 നടന്ന കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ്. അതുപോലെ തന്നെ ഫൈനലിന്റെ വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹാർഡ് റോക്ക് സ്റ്റേഡിയം ആണ്. ഓക്കെ ആണല്ലോ, മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ്, അമേരിക്കയിലാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ഫൈനലിലെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ ഹാർഡ് റോക്ക് സ്റ്റേഡിയം മിയാമിയാണ്. ഫൈനലിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയ താരം ആരാണെന്ന് ചോദിച്ചാൽ ലൗട്ടാറോ മാർട്ടിനസ് ആണ്. ഓക്കെ ആണല്ലോ, ഫൈനലിൽ അർജന്റീന 1 ഗോളിനാണ് ജയിച്ചതെന്ന് ഓർത്തു വെച്ചോണം. ഫൈനലിൽ അർജന്റീനയ്ക്ക് വേണ്ടി ആ ഒരൊറ്റ ഗോൾ നേടിയ താരമാണ് ലൗട്ടാറോ മാർട്ടിനസ്. അതുപോലെ തന്നെ ഔദ്യോഗിക മാച്ച് ബോൾ, കോപ്പ അമേരിക്കയുടെ ഔദ്യോഗിക മാച്ച് ബോൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കുബ്രയാണ്. ഓക്കെ ആണല്ലോ, ഔദ്യോഗിക മാച്ച് ബോൾ ഏതാണെന്ന് ചോദിച്ചാൽ കുബ്രയാണെന്ന് ഓർത്തു വെക്കുക. അടുത്തത് ഔദ്യോഗിക ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ കോപ്പ അമേരിക്ക ഔദ്യോഗിക ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ പൻ റേറിയയാണ്. അതുപോലെ തന്നെ ഭാഗ്യ ചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഗരുഡനാണ്. അതുപോലെ തന്നെ പങ്കെടുത്ത ടീമുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 16 ടീമുകളാണ്. ഫെയർ പ്ലേ അവാർഡ് കിട്ടിയത് കൊളംബിയക്കാണ്. ഗോൾഡൻ ബോൾ ടൂർണമെന്റിലെ മികച്ച താരത്തിനാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം കിട്ടുന്നത്. അത് കിട്ടിയ താരം ജെയിംസ് റോഡ്രിഗസ് ആണ്. കൊളംബിയൻ താരമായിട്ടുള്ള ജെയിംസ് റോഡ്രിഗസിനാണ് ഗോൾഡൻ ബോൾ കിട്ടിയത്. അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലൗ മികച്ച ഗോൾ കീപ്പറിനുള്ള അവാർഡാണ് ഗോൾഡൻ ഗ്ലൗ കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ എമിലിയാനോ മാർട്ടിനസ് ആണ്. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രദ്ധിക്കുക, 2024
ICC പുരുഷ T20 ലോകകപ്പ്. ഓക്കെ ആണല്ലോ. 2024 ICC T20 പുരുഷ ലോകകപ്പ് വേദിയായത് എവിടൊക്കെയാണെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ഇൻഡീസ്, USA എന്നീ രാജ്യങ്ങളിലാണ്. മത്സരിച്ച രാജ്യങ്ങളുടെ എണ്ണം 20 എന്ന് ഓർത്തു വെക്കുക. ഫൈനലിന്റെ വേദി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ കെൻസിംഗ്ടൺ ഓവൽ ബ്രിഡ്ജ് ടൗൺ ആണ്. ഓക്കെ ആണല്ലോ. കെൻസിംഗ്ടൺ ബ്രിഡ്ജ് ഓവൽ ടൗൺ, ബാർബാഡോസ് എന്നീ പറയുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന T20 വേൾഡ് കപ്പിന്റെ ഫൈനൽ നടന്നത്. ജേതാവ് വളരെ പ്രധാനപ്പെട്ടാണ്. ICC പുരുഷ T20 ലോകകപ്പ് 2024 വിജയി ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഓർത്തു വെച്ചോണം, ഇന്ത്യയുടെ മൂന്നാമത്തെ T20 ലോകകപ്പാണ് ഈ 2024 ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക. റണ്ണറപ്പായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയാണ്. ഓക്കെ ആണല്ലോ. ദക്ഷിണാഫ്രിക്കയാണ്. T20 ലോകകപ്പ് ഫൈനലിൽ ഒരു ടീം നേടിയ ഏറ്റവും ഉയർന്ന സ്കോർ 176 ആണ്. ഓക്കെ ആണല്ലോ. T20 ലോകകപ്പ് ഫൈനലിൽ ഒരു ടീം നേടിയ ഏറ്റവും ഉയർന്ന സ്കോർ 176 ആണ്. അത് നേടിയതും ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. അതുപോലെ തന്നെ T20 ലോകകപ്പിൽ ഒരു മത്സരം പോലും തോൽക്കാതെ കിരീടം നേടിയ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും ഇന്ത്യ തന്നെയാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ T20 ലോകകപ്പ് ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയാണ്. ഓക്കെ ആണല്ലോ. രോഹിത് ശർമ്മയാണ്. ആ സമയത്തെ ഇന്ത്യൻ ടീം കോച്ച് ആരാണെന്ന് ചോദിച്ചാൽ രാഹുൽ ദ്രാവിഡ് ആണ്. ഓക്കെ ആണ്. ആ സമയത്ത് ഇന്ത്യൻ ടീം കോച്ച് ആരായിരുന്നു ചോദിച്ചാൽ രാഹുൽ ദ്രാവിഡ് ആണ്. എന്നാൽ കറണ്ട് ചോദ്യമാണ് അടുത്ത പറയാൻ പോകുന്നത്. നിലവിലത്തെ ഇന്ത്യൻ ടീം ക്രിക്കറ്റ് കോച്ച് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗൗതം ഗംഭീർ ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം ക്രിക്കറ്റ് കോച്ച് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗൗതം ഗംഭീർ ആണ്. ടൂർണമെന്റിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ ജസ്പ്രീത് ബുംറ ആണ്. അതുപോലെ തന്നെ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് റഹ്മാനുള്ള ഗുർബാസ് ആണ്. 281 റൺസ് ആണ്. അഫ്ഗാനിസ്ഥാൻ താരമാണെന്നും ഓർത്തു വെക്കുക. അടുത്തത് ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആരാണ്? അർഷ്ദീപ് സിംഗ് ആണ്. 17 വിക്കറ്റുകളാണ് നേടി. ഇന്ത്യൻ താരമാണ്. ഫസൽ ഹക്ക് ഫറൂഖി 17 വിക്കറ്റുകൾ നേടി അഫ്ഗാനിസ്ഥാൻ. അങ്ങനെ 2 പേരാണ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയതെന്ന് ഓർത്തു വെക്കുക. 2007 ഫൈനലിൽ അന്ന് ഇന്ത്യ പരാജയപ്പെടുത്തിയത് പാകിസ്ഥാനെയായിരുന്നു. ഓർത്തു വെച്ചോളാം. ആദ്യത്തെ നമ്മുടെ ഇന്ത്യയുടെ ഈ പറയുന്ന T20 ലോകകപ്പ് കിരീടം കിട്ടിയ ആദ്യത്തെ മത്സരം 2007 നടന്നത്. 2007 അന്ന് ഏത് രാജ്യത്തെയാണ് പരാജയപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനെ ആയിരുന്നു പരാജയപ്പെടുത്തിയത്. 2024 T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ അംബാസിഡർമാർ, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. 2024 T20 ലോകകപ്പ് പുരുഷ ക്രിക്കറ്റിലെ അംബാസിഡർമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉസൈൻ ബോൾട്ട്, ക്രിസ് ഗെയില്, യുവരാജ് സിംഗ്, ഷാഹിദ് അഫ്രീദി എന്നിവരാണ്. ഓർത്തുവെച്ചോണം. 2024 T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ അംബാസിഡർമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉസൈൻ ബോൾട്ട് ഉണ്ട്, ക്രിസ് ഗെയിൽ ഉണ്ട്, യുവരാജ് സിംഗ് ഉണ്ട്, ഷാഹിദ് അഫ്രീദി ഉണ്ട്. ഓർത്തു വെക്കുക. 2026 T20 ലോകകപ്പിന്റെ വേദിയാവുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും ശ്രീലങ്കയുമാണ്. ഓർത്തു വെച്ചോണം. 2026 T20 ലോകകപ്പ് വേദിയാവാൻ സാധ്യതയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും ശ്രീലങ്കയും. അടുത്തത് IPL 2024. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നിലവിൽ 2025 IPL 18ാമത്തെ കഴിഞ്ഞു. എങ്കിലും നമ്മൾ 2024 IPL ഒന്ന് അറിഞ്ഞൊന്ന് പോണം. കാരണം ചിലപ്പോൾ ഡയറക്റ്റ് 2024 IPL എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കാം. 2024 IPL ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. 2024 നടന്ന IPL എത്രാമത്തെ IPL ആയിരുന്നു? 17ാമത്തെ IPL ആയിരുന്നു 2024 നടന്നത്. അതിൽ ജയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഫൈനലിൽ 8 വിക്കറ്റിനാണ് ജയിച്ചത് എന്ന് ഓർത്തു വെക്കുക. കൊൽക്കത്തയുടെ 3ാമത്തെ കിരീടമാണ് 2024 ആ ഒരു IPL കിരീടം എന്ന് ഓർത്തു വെക്കുക. റണ്ണേഴ്സപ്പായ ടീം ഏതാണെന്ന് ചോദിച്ചാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. ഓർത്തു വെച്ചാൽ റണ്ണേഴ്സപ്പ് 2024 IPL വിജയിയായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതുപോലെ തന്നെ റണ്ണേഴ്സപ്പായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ്. അതുപോലെ 2024 IPL ഫൈനലിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചാൽ MA ചിദംബരം സ്റ്റേഡിയമാണ്. ഓക്കെ ആണല്ലോ. 2024 IPL ഫൈനൽ വേദിയായ വേദി എവിടെയാണെന്ന് വെച്ചാൽ MA ചിദംബരം സ്റ്റേഡിയമാണ്.
ഫൈനലിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ മിച്ചൽ സ്റ്റാർക്കാണ്. ഓക്കെ ആണല്ലോ. കൊൽക്കത്തയുടെ മിച്ചൽ സ്റ്റാർക്കാണ് ഫൈനലിലെ താരം. 2024 2024 IPL 17ാമത്തെ IPL. ഇനി വരുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ 2025 18ാമത്തെ IPL അല്ലെ. എല്ലാവരും ഉറ്റുനോക്കിയ ഒരു ടീമായിരുന്നു വിരാട് കോഹ്ലിയുടെ ടീം അല്ലെ. അതിനകത്ത് ആദ്യമായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആദ്യമായിട്ട് അവരുടെ ടീം കിരീടം നേടുന്ന ഒരു IPL ആണ് 2025 നടന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ 2025 18ാമത്തെ IPL ആണ് 2025 നടന്നത്. വിജയി ആരാണെന്ന് ചോദിച്ചാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. അവരുടെ ആദ്യത്തെ കിരീടമാണ്. പക്ഷേ അതിലെ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ വിരാട് കോഹ്ലി എഴുതി വെക്കല്. ക്യാപ്റ്റൻ രഞ്ജിത്ത് പടിദാർ ആണ്. ഓർത്തു വെച്ചോണം. റോയൽ ചലഞ്ചേഴ്സ് 2025 IPL 18ാമത്തെ IPL റോയൽ ചലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രഞ്ജിത്ത് പടിദാർ ആണ്. ഓക്കെ ആണ്. അതുപോലെ തന്നെ റണ്ണേഴ്സ് അപ്പ് ആയ രാജ്യം പഞ്ചാബ് കിങ്സ് ആണ്. ഓക്കെ ആണല്ലോ. ഈ പറയുന്ന റോയൽ ചലഞ്ചേഴ്സ് പരാജയപ്പെടുത്തിയത് ഏത് ടീമിനെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ് കിങ്സിനെയാണ്. 6 റൺസിനാണ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചത് എന്ന് ഓർത്തു വെക്കുക. പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരാണ്. ഓക്കെ ആണല്ലോ. പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രേയസ് അയ്യരാണ്. ഫൈനലിലെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. ഓക്കെ ആണല്ലോ. നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിലാണ് 2025 IPL 18ാമത്തെ IPL വേദിയായത്. പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണെന്ന് ചോദിച്ചാൽ കൃണാൽ പാണ്ഡെ ആണ്. ഓക്കെ ആണല്ലോ. പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണെന്ന് ചോദിച്ചാൽ കൃണാൽ പാണ്ഡെ ആണ്. ഈ പറയുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. 2 IPL ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്ന ആദ്യ താരവും ആരാണ്? കൃണാൽ പാണ്ഡെ ആണ്. ഓർത്തു വെക്കുക. 2017 2025 അദ്ദേഹമായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. സീസണിൽ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചാൽ സൂര്യകുമാർ യാദവിനെയാണ്. ഈ പറയുന്ന 2025 IPL സീസണിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ സൂര്യകുമാർ യാദവ് ആണ്. മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് സൂര്യകുമാർ യാദവ്. പ്ലെയർ സ്ട്രൈക്കർ ഓഫ് ദി ടൂർണമെന്റ് ആയി തെരഞ്ഞെടുത്തത് വൈഭവ് സൂര്യവംശിയാണ്. ഓക്കെ ആണല്ലോ. വൈഭവ് സൂര്യവംശി പ്ലെയർ സ്ട്രൈക്കർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തെരഞ്ഞെടുത്തു. രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് വൈഭവ് സൂര്യവംശി. IPL അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ പറയേണ്ടത് വൈഭവ് സൂര്യവംശിയാണ്. പുറത്തു വെച്ചോണം. വൈഭവ് സൂര്യവംശിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഈ പറയുന്ന രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് വൈഭവ് സൂര്യവംശി. അതുപോലെ തന്നെ IPL അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വൈഭവ് സൂര്യവംശിയാണ്. 17ാം വയസ്സിലാണ് ഈ പറയുന്ന അരങ്ങേറ്റം കുറിക്കുന്നത്. ഒരു ഇന്ത്യൻ താരത്തിൽ ഏറ്റവും വേഗതയേറിയ IPL സെഞ്ചുറി നേടിയതും ആര് തന്നെയാണ്? വൈഭവ് സൂര്യവംശിയാണ്. 35 പന്തിലാണ് അദ്ദേഹം എന്ത് കിട്ടിയത്? ഈ പറയുന്ന സെഞ്ചുറി നേടുന്നത്. ഓർത്തു വെക്കുക. അടുത്തത് ഭാരതരത്ന. ഭാരതരത്ന 2024 ലേറ്റസ്റ്റ് ഇപ്പോൾ കൊടുത്തു നിർത്തിയിരിക്കുന്നത് 2024 2024 ഭാരതരത്നം ലഭിച്ചവർ 5 പേരാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയധികം പേർക്ക് ഭാരതരത്നം കൊടുക്കുന്നത്. ഓക്കെയാണ്. 2025 ഏറ്റവും കൂടുതൽ പേർക്ക് ഭാരതരത്നം കൊടുത്തത്. 2024 ഓർത്തു വെച്ചോണം. 2024 ഏറ്റവും കൂടുതൽ പേർക്ക് ഭാരതരത്നം കൊടുത്തത്. എത്ര പേർക്കാണ്? 5 പേർക്കാണ്. ഭാരതരത്ന ഏറ്റവും കൂടുതൽ പേർക്ക് നൽകിയ ഒരു വർഷമായിരുന്നു 2024. ഓർത്തു വെക്കുക. ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥൻ, ചരൺ സിംഗ്, കർപ്പൂരി ഠാക്കൂർ, PV നരസിംഹറാവു, LK അദ്വാനി എന്ന് പറയുന്ന 5 പേർക്കാണ് ഈ പറയുന്ന 2024 ഭാരതരത്നം ലഭിച്ചത്. 4 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്. MS സ്വാമിനാഥൻ നമുക്കറിയാം ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. ചരൺ സിംഗ്, കർപ്പൂരി ഠാക്കൂർ, PV നരസിംഹറാവു, LK അദ്വാനി എന്നിവർക്കാണ് 2024 ഭാരതരത്ന വിജയികളെന്ന് ഓർത്തു വെക്കുക. അടുത്തത് അതിദാരിദ്ര്യ സർവേ 2022. ആദ്യമായിട്ട് രാജ്യത്തെ ജനപങ്കാളിത്തത്തോടെ അതിദാരിദ്ര്യ സർവേ നടത്തിയ ആദ്യ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് നമ്മളുടെ കേരളം. ഓർത്തുവെച്ചോണം. അതൊരു കറണ്ടാണ്. നാളത്തെ GK ആവാൻ സാധ്യതയുള്ള ചോദ്യമാണ്. രാജ്യത്തെ ജനപങ്കാളിത്തത്തോടെ അതിദാരിദ്ര്യ സർവേ നടത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ കേരളമാണ്. സർവേ പൂർത്തീകരിച്ച ആദ്യ ജില്ല കോട്ടയം ജില്ലയാണ്.
ഓക്കെ ആണല്ലോ. അതിദാരിദ്ര്യ സർവേ ആദ്യമായിട്ട് 2022 നടത്തിയത്. സർവേ പൂർത്തിയാക്കിയ ആദ്യ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയാണ്. അതിദരിദ്രർക്ക് വേണ്ടി ആദ്യമായി സൂക്ഷ്മ പദ്ധതി നടപ്പിലാക്കിയ ജില്ല കോട്ടയമാണ്. ഓർത്തു വെച്ചോണം, അതിദരിദ്രർക്ക് വേണ്ടി ആദ്യമായിട്ട് സൂക്ഷ്മ പദ്ധതി നടപ്പാക്കിയത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയാണ്. കേരളത്തിലെ അതിദരിദ്രരുടെ ശതമാനം എത്രയാണെന്ന് ചോദിച്ചാൽ 1.07%. ഓർത്തു വെക്കുക, അതിദരിദ്രർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മലപ്പുറമാണെന്നും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തിരുവനന്തപുരമാണെന്നും ഓർത്തുവെക്കുക. ഇപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് അതിദരിദ്ര സർവേ നടത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇത്തരത്തിൽ സർവേ പൂർത്തീകരിച്ച ആദ്യ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. എന്നാൽ അതിദരിദ്രർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനത്ത് മലപ്പുറവും രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരവുമാണ്. അടുത്തത് ശുചിത്വ നഗരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമ്മൾ പറയുവാണ്. 2024 ജനുവരിയിൽ പൂർത്തീകരിച്ച കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോറും സൂററ്റുമാണ്. ഓക്കെ ആണല്ലോ. 2024 നടത്തിയ സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത് 2 നഗരങ്ങളാണ്. ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോറും ഗുജറാത്തിലെ സൂററ്റ് എന്ന് പറയുന്ന നഗരവുമാണ് ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് 2024 ജനുവരിയിൽ. തുടർച്ചയായി 7ാം തവണയാണ് ഇൻഡോർ ഏറ്റവും വൃത്തിക്കുള്ള നഗരത്തിനുള്ള പുരസ്കാരം കിട്ടുന്നത്. ഓർത്ത് വെച്ചോണം, ഏറ്റവും തുടർച്ചയായിട്ട് 7 തവണയാണ് ഇൻഡോറിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഏറ്റവും വൃത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഓക്കെ ആണല്ലോ. ഏറ്റവും വൃത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. 2ാം സ്ഥാനം മധ്യപ്രദേശാണ്. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം 22ാം സ്ഥാനമാണ്. ഓർത്തു വെച്ചാൽ വൃത്തിയുള്ള നഗരങ്ങളിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. നമ്മളുടെ കേരളത്തിന്റെ സ്ഥാനം 22ാം സ്ഥാനമാണ്. ഓക്കെ ആണേ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം മേഖലകളിൽ നിന്നുള്ള വളരെ കറന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. ഓക്കെ, താങ്ക് യു.